ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ലോകം മുഴുവൻ ഭക്ത്യാദരോടെ ഉറ്റുനോക്കുകയാണ് അയോധ്യയിലേക്ക്. ജനുവരി 22-ന് 12 മണിക്ക് ശേഷമുള്ള ശുഭമുഹൂർത്തത്തിൽ ആദരണീയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കൈകൊണ്ട്, തപസ്സാർന്ന കൈകൊണ്ട് ശ്രീരാമ സ്വാമിയുടെ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോവുകയാണ്. കേരളീയ സമൂഹത്തിന് രാമായണത്തിലൂടെ രാമനെ പരിചയപ്പെടുത്തുന്നത് ഭാഷാപിതാവായ എഴുത്തച്ഛനാണ്. എന്നാൽ ഇന്ന് ശ്രീരാമസ്വാമിക്ക് ഇരിക്കാൻ ഒരിടമായി. എന്നാൽ മലയാള ഭാഷാപിതാവായ തുഞ്ചത്തെഴുത്ത് ആചാര്യന് ഇന്നും ഇരിക്കാനൊരു ഇടമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ശില്പം സ്ഥാപിക്കാൻ സാധിക്കാത്ത വിധത്തിൽ നമ്മുടെ കേരളക്കര അത്രമാത്രം ഗുരുത്വദോഷം ഉള്ളൊരു മണ്ണായി മാറി മാറി ഭരിക്കുന്ന ഭരണകൂടങ്ങൾ എന്തിയാ ഭാഷാപിതാവിനോട് ഇത്ര അവജ്ഞ കാണിക്കുന്നത്? ഇന്ന് ലോകം മുഴുവൻ രാമക്ഷേത്രത്തെ ആദരവോടെ നോക്കുമ്പോൾ ഈ കേരളക്കര ഒന്ന് ആ ഭാഷാപിതാവിനെ ആദരവോടെ ഒരു സ്ഥാനം കൊടുത്ത് അദ്ദേഹത്തിനും ഒരു പ്രതിമ സ്ഥാപിച്ച് ഒരു ഇരിപ്പിടം കൊടുക്കേണ്ടതല്ലേ? ഒരു വിനീതമായ അപേക്ഷയാണ്. നമുക്കൊന്നിച്ചു ഉണരാം. നമ്മുടെ കേരളത്തിൽ നമ്മുടെ ആധ്യാത്മിക സംസ്കാരം നമ്മളിലേക്ക് ഉറപ്പിച്ച ഭാഷാപിതാവിന്, ഭാഷയോടൊപ്പം രാമ സംസ്കാരം നമ്മളിലേക്ക് കൊണ്ടുവന്ന ഭാഷാപിതാവിന് ഒരു സ്ഥാനം കിട്ടാൻ നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം. ഇതോടൊപ്പം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊടുക്കുകയാണ്. രാമനാമത്തിൻ്റെ ഒരു മഹിമ. രാമനാമം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിലുള്ള പ്രാണശക്തിയും ആത്മശക്തിയും ഉണർത്തിക്കൊണ്ട് ഒരാളെ കഴിവും കരുതലുമുള്ളൊരു വ്യക്തിയാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. 4150ഓളം ശ്ലോകങ്ങളാണ് മലയാളത്തിലെ അധ്യാത്മരാമായണത്തിൽ കളിപ്പാട്ട് രൂപത്തിൽ എഴുത്തച്ഛൻ നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത്. അതിൽ ഓരോ വരികളിലും ഒന്നുകിൽ രാ എന്ന അക്ഷരം കാണും, അല്ലെങ്കിൽ മാ എന്ന അക്ഷരം കാണും. അത്രമാത്രം രാമനാമത്തിൻ്റെ മാധുര്യം നിറച്ച വരികളാണ് 250ഓളം ശ്ലോകങ്ങളുള്ള 250 അത്രയും ശ്ലോകങ്ങളുള്ള രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ 3 ശ്ലോകത്തിൽ രാ എന്ന അക്ഷരവും മാ എന്ന അക്ഷരവും ഇല്ലാത്തതുണ്ട്. ഇതൊന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ബാക്കി എല്ലാ ശ്ലോകത്തിലും ഒന്നുകിൽ രാ ഉണ്ട്, അല്ലെങ്കിൽ മാ ഉണ്ട്. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു 3 ശ്ലോകങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് എടുത്തു നോക്കണം. അധ്യാത്മരാമായണത്തിൽ 7 കാണ്ഡത്തിൽ 6ാമത്തെ കാണ്ഡമായ യുദ്ധകാന്ഡം, 7ാമത്തത് ഉത്തരകാന്ഡം. ഇപ്പൊ യുദ്ധകാന്ഡം ആരംഭിക്കുമ്പോൾ ലങ്കാ വർണ്ണനം പറയുമ്പോൾ അവിടെ പറയുന്ന വരികളുണ്ട്. ഹനുമാൻ സ്വാമി ലങ്കയിൽ പോയപ്പോൾ അദ്ദേഹത്തിനോട് എങ്ങനെയാണ് ഓരോരുത്തരും അവരവരുടെ രീതിയിൽ പെരുമാറിയത്, പ്രതികരിച്ചു എന്നുള്ളത്. അപ്പോൾ ശ്രീരാമസ്വാമിയോട് പറയാണ്, എന്നെ പിടിച്ചു കെട്ടി കൊണ്ടുപോയി രാവണന്റെ മുന്നിലെത്തിയപ്പോൾ കൊല്ലാനാണ് രാവണൻ ഉത്തരവ് കൊടുത്തത്. പക്ഷെ ആ സമയത്ത് വിഭീഷണൻ പറയുന്ന വരികൾ, അതാണ് ഇവിടെ രായും മായും ചേർക്കാതെ വച്ചിരിക്കുന്നത്. അത് ഇങ്ങനെയാണ്: ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ. അപ്പൊ അതിൽ രാജധർമ്മങ്ങൾ, രാ എന്ന അക്ഷരം വന്നു, മാ എന്ന അക്ഷരം വന്നു. അതിനുശേഷം കൊല്ലാതെ അയക്കുക, അടയാളപ്പെടുത്തത്. ആ ഹനുമാൻ സ്വാമിയെ കൊല്ലാതെ അയക്കുക, അടയാളം ഉണ്ടാക്കണം. ഇത് കേട്ടപ്പോൾ നല്ലതാകുന്നതപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാൽ അഗ്നി കൊളുത്തുവാൻ. ഹനുമാൻ സ്വാമിയുടെ വാലിൽ അഗ്നി കൊളുത്തുവാൻ രാവണൻ കൽപ്പിച്ചു. ഈ 3 വരികള് രായുമില്ല, മായുമില്ല. കാരണം ഹനുമാൻ സ്വാമി രാമന്റെ അത്ര വലിയ ഭക്തനാണ്. ഹനുമാൻ സ്വാമിയുടെ വാലിൽ തീ കൊളുത്താൻ ആജ്ഞ കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ രായും മായും ചേർത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു ഗുരുത്വമില്ലാത്തടത്ത് രാമനില്ല, ഹനുമാൻ സ്വാമി ഇല്ലാത്തടത്ത് രാമനും ഇല്ല. രാമനുണ്ടോ, ഹനുമാൻ സ്വാമിയുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കാം ആ ഒരു 3 വരികളിൽ നമുക്ക് രായും മായും കാണാൻ സാധിക്കാത്തത്. ഇനി ഏതെങ്കിലും വരികളുണ്ടോ എന്ന് നിങ്ങളെല്ലാവരും ഒന്ന് സുസൂക്ഷ്മം നോക്കി ഒന്ന് കണ്ടുപിടിക്കണം. ഏതായാലും നമുക്ക് എല്ലാവർക്കും ഹൃദയം സമർപ്പിച്ചുകൊണ്ട് 2024 ജനുവരി 22 12:20 വരുന്ന മുഹൂർത്തത്തിൽ വീട്ടിൽ വിളക്ക് കൊളുത്തി ശ്രീരാം ജയറാം എന്ന് പാടിക്കൊണ്ട് ആ പ്രാണപ്രതിഷ്ഠയിൽ നമുക്കും ഭാഗവാക്കാവാം. നമ്മുടെ ഹൃദയത്തിൽ രാമനെ പ്രതിഷ്ഠിക്കാം. നമ്മുടെ കൂടെ എന്നും ശക്തി പകരാൻ ഹനുമാൻ സ്വാമിയും
മാർഗം പകരാൻ ശ്രീരാമസ്വാമിയും ഗുരുത്വം പകരാൻ വാത്മീയ മഹർഷിയും ഗുരുക്കന്മാരുണ്ടാവും. എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും നേരുന്നു. നമസ്കാരം, പ്രണാമം.